ഇത് കുറച്ച് നാൾ മുന്നേ ഡയലക്റ്റ് തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അവരുടെ പ്രൊഡക്ട്സിന് കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് പറയുന്നത് അവരുടെ പേജിൽ തന്നെ വന്നതാണ്. ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡയലക്റ്റിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട്. അതായത് കഴിഞ്ഞ മാസം 20-ാം തീയതി മുതൽ ഈ പ്രൊഡക്റ്റ് ഞാനിത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് ഇത്രയും ദിവസമായിട്ടും ഇവരുടെ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് നമ്മളെല്ലാ ദിവസവും മെയിൽ അയക്കണം, എല്ലാ ദിവസവും അവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം. ഇതല്ലാതെ അവരോട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഇത്രയും ദിവസം കണ്ടിന്യൂസ് അയച്ചുകൊണ്ടിരുന്ന കുറച്ച് ഈ മെയിലിൻ്റെയും വാട്സപ്പിൽ അയച്ചിട്ടുള്ള അതേ ഉള്ളൂ. വാട്സപ്പ് മെയിലും വഴിയേ നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ നിർവാഹമുള്ളൂ. അപ്പോൾ അതുവഴി അയച്ചിട്ടുള്ള കുറച്ച് എൻ്റെ ചാറ്റും കാര്യങ്ങളുമാണ് കമ്പനിയുമായിട്ടുള്ളത് ഈ കിടക്കുന്നത്. ഇതിന് ശേഷം ഞാൻ ഫ്ലിപ്കാർട്ടിൽ ബന്ധപ്പെട്ടായിരുന്നു. അതായത് ഫ്ലിപ്കാർട്ടിൽ ഞാൻ ബന്ധപ്പെട്ടപ്പോഴത്തേനും അവർ പറഞ്ഞത് ഈ പ്രൊഡക്റ്റ് അണ്ടർ വാറണ്ടിയിൽ കിടക്കുകയാണ്, പക്ഷേ അവരുടെ സൈഡിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡയറക്റ്റ് കമ്പനിയുമായിട്ട് വാറണ്ടി നമ്മൾ ക്ലെയിം ചെയ്തെടുക്കണം എന്നാണ് അവർ പറയുന്നത്. ഞാൻ ആ കംപ്ലയിൻറ്റ് എസ്കലേറ്റ് ചെയ്തപ്പോഴത്തേനും അവർ പറയുന്നത്. അപ്പോൾ അവരവരുടെ ഹയർ അതോറിറ്റിയുമായിട്ട് സംസാരിച്ചിട്ട് പറയാം എന്നാണ് പറഞ്ഞത്. കാരണം ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ അകത്ത് ഇത് ചൈനയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ അകത്ത് പേജിൽ ചെക്ക് ചെയ്യുമ്പം അവിടെ ഇന്ത്യയാണ് കിടക്കുന്നത്, മാനുഫാക്ചറിങ് കിടക്കുന്നത്. പിന്നെ ഡയലക്റ്റ് എന്നൊരു സാധനം ഇല്ല ഇവിടെ. ഈ ഇൻസ്റ്റാഗ്രാമിലെ പേജിലും യൂട്യൂബിലും കാണുന്നതല്ല ഡയലക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലൊരു ഓഫീസോ അല്ലെങ്കിൽ ഒരു സർവീസ് സെൻ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവർ ഈ വാറണ്ടി എങ്ങനെ കൊടുക്കുന്നു എന്നുള്ള കാര്യത്തെപ്പറ്റി എനിക്കറിയില്ല. കാരണം കുറേ യൂട്യൂബേഴ്സും കാര്യങ്ങളും എല്ലാമാണ് ഇവർ ഈ ഡയലക്റ്റിൻ്റെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്തിട്ട് യൂട്യൂബിലും അവിടെ ഇവിടെ എല്ലാം വീഡിയോസ് ഇട്ടിരിക്കുന്നത്, റിവ്യൂ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. ഓക്കെ, പറഞ്ഞിട്ടുണ്ടല്ലോ, കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം പറ്റിയപ്പോഴത്തേനുമാണ് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. വാല്യൂ വൺ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ വൺ റീറ്റെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് മാനുഫാക്ചറർ അവിടെ പേര് കൊടുത്തിരിക്കുന്നത്. അതിനൊരു അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടർ നടപടികളിലേക്ക് പോകാനായിട്ട് ഉള്ള പരിപാടികളാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം ഇതിലൂടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വിത്ത് പ്രൂഫ് ഞാൻ അതിൻ്റെ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഇനി കൺസ്യൂമർ കെയറിൽ കൊണ്ടുപോയോ അല്ലെങ്കിൽ ലീഗലി നീങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ഒരു ഓഫീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലും നമുക്കറിയത്തില്ല. ഇതാണ് ഇതിൻ്റെ അകത്ത് മറ്റൊരു പ്രശ്നം.